ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ 10ാമത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിനെ എടുത്തിട്ട് കൊടയുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ കണ്ടത്. ജഡ്ജസ് ശരിക്കും കണ്ടസ്റ്റൻസ് 12 പേരെയും ഓരോരുത്തരെ നോക്കി അവസരങ്ങൾ കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ പാകത്തിന് കിട്ടിയ കണ്ടസ്റ്റൻസിനെ എല്ലാം ശരിക്കും കോർണർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അതിൽ പെട്ടുപോയത് ഷിജിൻ, അതുപോലെ തന്നെ പൂജ. അത് ശരിക്കും ജഡ്ജസിന്റെ മുന്നിൽ പെട്ടുപോയത് നമ്മുടെ ഷിജിനാണ്, അതുപോലെ തന്നെ എൽദോ, അതുപോലെ തന്നെ നമ്മുടെ പൂജ. ഈ 3 പേരിൽ എൽദോ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എൽദോയെ ശരിക്കും വലിച്ചു കീറി ഒട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പല സൈഡിൽ നിന്നും, കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായി. അതുപോലെ തന്നെ ജഡ്ജസും ശ്രമിച്ചു നോക്കി. എന്നാൽ എൽദോ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വളരെ സ്ട്രോങ് ആയിട്ട് ഇവരുടെ ആരോപണങ്ങളെ ഫേസ് ചെയ്യുകയും അതിന് തിരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും തന്റെ നിലപാടുകൾ അറിയിക്കുകയും അതുപോലെ ടാസ്കുകളിൽ മികച്ച രീതിയിൽ വിൻ ചെയ്ത് ഇന്നത്തെ ഇൻഫിനിറ്റി പെൻഡന്റ് കൂടെ സ്വന്തമാക്കാനുള്ള ആ ഒരു ലെവലിലേക്ക് എൽദോ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യം കൊടുത്ത ഒരു ടാസ്കിൽ ഓരോ കണ്ടസ്റ്റൻസിനെ വിളിച്ചു വരുത്തിയിട്ട് അവർ ഡിസ്ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ പലരും 1-2 പേര് എൽദോയുടെ പേരും പറയുന്നുണ്ടായിരുന്നു. അതിൽ എൽദോയുടെ കാരണങ്ങളായിട്ട് പറഞ്ഞത് എൽദോ എന്തോ ഫേക്ക് ആയിട്ട് അവിടെ നിൽക്കുന്നു, ഫേക്ക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. ഗ്രൂപ്പ് ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ പോലും മറ്റു പല ടാസ്കുകളിലും പുള്ളിയുടേതായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത് മാറി നിൽക്കുന്നു. അപ്പം പല രീതിയിലും പിന്നെ പലരും മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഫേക്ക് ആയിട്ടുള്ള സംസാരമാണ്. പുള്ളി അച്ചടി ലാംഗ്വേജിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വന്നിട്ട് അതിനനുസരിച്ച് മാത്രം സംസാരിക്കുന്നു. അവര് ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് വേറെ രീതിയിലാണ് ആള് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശ്യാമിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും സോനയുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും മറ്റു പല കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും എൽദോയ്ക്ക് നേരെ വന്നിരുന്നു. ഇത് കേട്ടതിന് ശേഷം ജഡ്ജസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും റിയാസ് ആണെന്നുണ്ടെങ്കിലും രഞ്ജിനി ആണെന്നുണ്ടെങ്കിലും എൽദോയെ നല്ല രീതിയിൽ പിടിച്ചിട്ട് കൊടയുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ എൽദോ വളരെ കാമായിട്ടാണ് ആൻസർ ചെയ്തതും അതിനെ ഫേസ് ചെയ്തതും. ജഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൽദോയെ ഇട്ട് സ്ക്രൂ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ കാമായിട്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യനിങ്ങും അവരുടെ ഓരോ സ്ക്രൂയിങ്ങും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വന്നിട്ടുള്ള ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ പോലും മികച്ച രീതിയിൽ എൽദോ തന്റെ കഴിവുകൾ തെളിയിച്ച് ഇൻഫിനിറ്റി പെൻഡന്റ് നേടിയെടുത്ത് ഒരു കുറച്ചു നേരം ആളെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയും ആ ഒരു അവസരത്തിൽ ജഡ്ജസ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. നമ്മളുടെ കഴിവുകളും കാര്യങ്ങളും തിരിച്ചറിയാനും നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഷോർട്ട് ടെമ്പേർഡ് ആകാതെ പിടിച്ചു നിൽക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെ ഓരോ കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നു, നമ്മളെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യുമോ, നമ്മുടെ കഴിവുകളും ടാലൻസും അറിയാൻ വേണ്ടിയിട്ട് ജഡ്ജസ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ജഡ്ജസ് കാണിച്ചു കൂട്ടിയതൊക്കെ ജഡ്ജസിന്റെ മുഖത്ത് നോക്കി തന്നെ എൽദോ പറയുന്ന ഒരു അവസ്ഥയും നമ്മളെല്ലാം കണ്ടതാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എൽദോ ഒരു നൈസായിട്ട് സംഭവങ്ങൾ തൂക്കിയെന്ന്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നൈസായിട്ട് എൽദോയെ തേച്ചൊട്ടിക്കാൻ നോക്കിയ ജഡ്ജസിനെ അടക്കം തേച്ചൊട്ടിച്ച് ഈ ഒരു എപ്പിസോഡിലെ ഹീറോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എൽദോയെ. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എൽദോയുടെ ഇന്നത്തെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയുണ്ടായിരുന്നു, ടോട്ടൽ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഈ ഒരു സീസൺ 8ലേക്ക് കടക്കാനുള്ള യോഗ്യത എൽദോയ്ക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അഗ്നിപരീക്ഷ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.